എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം നമ്മൾ മഹാരാഷ്ട്രയൊക്കെ ഓടി കർണാടകയിൽ കയറി. അപ്പോൾ നമ്മൾ അപ്പനും മക്കളും കൂടെ ഉള്ള ബോംബെ യാത്രയിൽ നമ്മൾ തിരിച്ച് നാട്ടിലേക്കുള്ള യാത്രയിലാണ് ഇപ്പം. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ പമ്പിൽ കിടന്നാണ് ഉറങ്ങിയത്. അതെ, രാവിലെ നമുക്കൊക്കെ കുറച്ച് ഡീസലൊക്കെ അടിച്ചിട്ട് നമുക്കങ്ങ് പോയേക്കാം. അച്ഛൻ എണീറ്റിട്ടില്ല ഇതുവരെ. അതെ, അച്ഛൻ ഞങ്ങളെ ഇവിടെ വന്ന് ഏൽപ്പിച്ചിട്ട് കിടന്നു. പിന്നെ രാവിലെ ഒന്ന് എണീറ്റ് ഏൽപ്പിച്ചു, ഡീസൽ അടിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെയും പോയി കിടന്നുറങ്ങി. അല്ലല്ല 100 ലിറ്റർ. ആ, ഇവിടെ ഡീസലിന് 98 രൂപ 82 പൈസ. രാവിലെ നല്ല കാറ്റും മഴയത്. അത് എല്ലാവരും ഇതേ റെയിൻകോട്ടൊക്കെ ഇട്ടുണ്ടോ. അപ്പോൾ ഡീസലൊക്കെ അടിച്ചു കഴിഞ്ഞു, നമുക്ക് പോയേക്കാം. വണ്ടി എടുത്തോ. അപ്പോൾ അതേ NH-48 സൈഡിൽ കൂടെ പോകും. നമുക്കിനി പോയി NH-48 കയറണം. കുറച്ച് ദിവസമായിട്ട് നമ്മൾ മഴ വിട്ടിട്ടുള്ള ഒരു കേസും ഇല്ല, ഫുള്ള് മഴയാണ്. അതെ, ലോഡ് കേട്ട് അന്ന് തുടങ്ങിയ മഴയാണ്. അതിന് മുന്നേ മഴ തുടങ്ങിയതാ, പക്ഷെ ഇങ്ങോട്ട് വരുന്ന ട്രിപ്പില് അപ്പൊ തുടങ്ങിയ മഴയാണ്. നമ്മൾ ബോംബെ ചെന്നപ്പോൾ തുടങ്ങിയ മഴയാണ്. അത് കഴിഞ്ഞ് ഫുള്ള് മഴയായിരുന്നു. രാവിലെ സൂര്യൻ ഉദിച്ചിട്ടില്ലെന്ന് തോന്നുന്നല്ലേ, മൊത്തം മൂടല. നല്ല കന്നഡ വീടുകളൊക്കെ കണ്ടോ. ഇതൊക്കെ ഓടിട്ട പഴയ വീടുകളല്ലേ. നമ്മൾ ബെൽഗാവ് എടുക്കാറായി. അപ്പോൾ നമ്മൾ വന്ന് NH-48 കയറി ഡൽഹി ചെന്നൈ ഹൈവേ, നാഷണൽ ഹൈവേ. പുതിയ ട്രാവൽ വ്ലോഗിൻ്റെ അപ്പനും മക്കളോടുള്ള ബോംബെ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ വൈകുന്നേരേ കഞ്ഞി ചിക്കനൊക്കെ വെച്ച് തന്നു. അതെ, അപ്പം ഇന്ന് രാവിലെ നമുക്ക് കുറച്ച് ഗോതമ്പ് മാവും കൊണ്ട് ഇത്തിരി ദോശ ഉണ്ടാക്കിയാൽ. ചിക്കൻ കറിയും ദോശയാവായിരുന്നു. അപ്പം ഉച്ചയ്ക്ക് വേണ്ടേ? ഉച്ചയ്ക്ക് കഞ്ഞി ഇരിപ്പുണ്ടല്ലോ, അത് കുഴപ്പമില്ല. അതിനുള്ള ചിക്കൻ കറിയൊക്കെ ഉണ്ട്, കുറച്ചെടുത്താൽ മതി. രാവിലെ ഈ മഴയത്തെ വല്ല ഷെഡും കിട്ടുവാണെങ്കിൽ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി തരാം. അല്ലാണ്ട് മഴയത്തൊന്നും ഉണ്ടാക്കാൻ പറ്റിയ എനിക്ക് തോന്നുന്നില്ല ഷെഡ് കിട്ടുമെന്ന്. അതാ മറ്റേ കാലാവസ്ഥ വെച്ച് നോക്കിയിട്ട് ഒന്നും നടക്കും തോന്നുന്നില്ല. കഞ്ഞി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഉച്ചക്കത്തെ എന്തെങ്കിലും ഫുഡ് ഉണ്ടല്ലോ. രാവിലെ ഇപ്പൊ അവിടെ ബെൽഗാവിലും വേണേ കഴിക്കാം. ബെൽഗാവിലും ബ്രോ, ബെൽഗാവ് ഇപ്പൊ ചെല്ലും 10 കിലോമീറ്ററെല്ലാം ഉണ്ടായിരുന്നു. ഒരു കാര്യം, അത് കഴിഞ്ഞ് അങ്ങോട്ട് കുറച്ചുകൂടെ പോകുമ്പോ വേറെ ഏതോ കടയുണ്ടെന്നാ പറഞ്ഞേ. മെയിൻ ആള് ഉറക്കത്തിന് ഇതുവരെ എണീറ്റിട്ടില്ലല്ലോ. അതെ, അച്ഛൻ ഇതുവരെ എണീറ്റിട്ടില്ലല്ലോ, ഉറങ്ങുമല്ലേ. അപ്പം കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ. ഇന്നലെ രാത്രി അച്ഛൻ ഓടിച്ചോണ്ട് നട നിർത്തിയത്. 2 മണിയായി. ഞാൻ 1:30 കിടന്നതേ ഉള്ളൂ. അങ്ങോട്ട് പോയപ്പോഴേ ചെറിയ മഴ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും മഴ എങ്ങ് മാറുമ്പോ ചെറിയ ആവിയൊക്കെ ഉണ്ടായിരുന്നു. വെയില് തെളിയുമായിരുന്നു. ഇപ്പൊ ഒന്നും ഇല്ല, ഇതിങ്ങനെ മൂടി നിൽക്കുക. സൺറൈസും ഇല്ല, സൺസെറ്റും ഇല്ല, ഫുൾ ടൈം മൂടല. അപ്പൊ നമുക്ക് നാട്ടിലേക്ക് ലോഡ് കിട്ടിയേക്കുന്ന 3 സ്ഥലത്തേക്കാണ്. അപ്പൊ നമ്മള് ഭീവണ്ടിന്ന് പാഴ്സലാണ് ലോഡ് കിട്ടിയേക്കുന്നത്. പാഴ്സൽ ലോഡായിട്ട് കാലിക്കറ്റ്, കളമശ്ശേരി, ട്രിവാൻഡ്രം 3 ഡെലിവറിയാണ്. നമ്മളെ അവിടെ ബോംബെ കൊണ്ടുപോയി ലോഡ് ഇറക്കിയത് നല്ലൊരു ഗോഡൗണിലായിരുന്നു. അതെ. അപ്പൊ പറഞ്ഞു, രക്ഷപ്പെട്ടു, എന്തൊരു ഇതാണ് കിട്ടിയ ഗോഡൗൺ കണ്ടെന്നല്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ബോംബെ സാധാരണ ഇങ്ങനെയൊന്നും അല്ല, ചെളിയാ, ചില ഗോഡൗണിലൊക്കെ വെള്ളം കയറും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ വിചാരിച്ചില്ലല്ലോ, തിരിച്ചു വന്നപ്പോ കറക്റ്റ് വെള്ളം കയറിയെടുത്ത് തന്നെ പോയി കിട്ടി. അത് അച്ഛൻ പറഞ്ഞ നേരത്തെ പോവാം, നമ്മള് തന്നെ ഒരു ദിവസം കറങ്ങണമെന്നും വേണ്ട നിന്നോണ്ടാ. നമ്മൾ ഒരു ദിവസം കറങ്ങാൻ നിന്നില്ലായിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു. നമ്മളൊരു ദിവസം നിന്നുകൊണ്ട് പിന്നെ നേരെ വെള്ളത്തിൽ മുങ്ങി കയറി ലോഡ് ഇറക്കി, അല്ല ലോഡ് കയറ്റി. എങ്ങനെയാണേലും ഇത്തവണത്തെ ബോംബെ ട്രിപ്പ് കൊള്ളായിരുന്നു. നീയിപ്പൊ നാട്ടുകാർ ഇതുപോലെ മഴയാണോന്ന് അറിയിച്ചത്? നാട്ടിൽ മഴയുണ്ട്. അമ്മ വിളിക്കുമ്പോ അമ്മ പറയാറുണ്ട് മഴയുണ്ടെന്ന് നാട്ടില്. അപ്പൊ നമ്മള് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്ന നോർത്ത് കന്നഡയിലൂടെ, നോർത്ത് കർണാടക. അപ്പോൾ അതേ ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ബെൽഗാവി സിറ്റി. നമ്മൾ നേരെ പോവുക. ഈ ബെൽഗാവിയുടെ പഴയ പേര് ബെൽഗാം എന്നായിരുന്നു.
അതിനല്ല പണ്ട് കാലത്ത് ബെൽഗാം അറിയപ്പെടുന്ന വേണുഗ്രാമ എന്നായിരുന്നു, സാൻസ്കൃത് വേർഡായിരുന്നു. പിന്നെ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ബാംബു വില്ലേജ് എന്നായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ബെൽഗാം എന്നാക്കിയത് പേര്. അതും കഴിഞ്ഞ് പിന്നെ 2014 ഇവിടുത്തെ കർണാടക ഗവൺമെൻറ് തന്നെ ബെൽഗാവി എന്നാക്കി പേര്. ഈ ബെൽഗാവിലുണ്ടല്ലോ ഇവിടെ ഒരു ഫോർട്ടുണ്ട്, ബെൽഗാവി ഫോർട്ട്. ഇത് ഭയങ്കര വലിയ കൊട്ടാരമെന്നാണ് പറയുന്നത്. ഈ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്ത് പോരാട്ടം നടന്നില്ലേ, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള, ആ സമയത്ത് മഹാത്മാഗാന്ധിനെ ഇവിടെ ഈ കൊട്ടാരത്തിൽ പിന്നെ ജയിലിലിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് ചരിത്രമുള്ള മണ്ണാന്ന് തോന്നുന്നല്ലോ. ഹിസ്റ്ററി ഉണ്ട്, ഹിസ്റ്റോറിക്കലി നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിറ്റിയാണ്. ഇതുണ്ടോ ആ വണ്ടി 3 നില അറച്ച് എന്നാന്ന് മനസ്സിലായോ? ഇല്ല. അത് പന്നീനെ കൊണ്ടുവന്നതാ. എന്നതാ? അല്ല മാറിപ്പോയി. അത് ഷീപ്പ് വാനാ, മറ്റേ ആടിനെ കൊണ്ടുവന്ന. എന്നെന്നറിയാം, ഇതുപോലെ തന്നെ പന്നീനെ കൊണ്ടുവന്ന ഒരു വണ്ടി ഉള്ളത്. പക്ഷെ ഇതിന്റെ അകത്ത് കുറച്ച് ആട് അവിടെ കിടക്കുമായിരുന്നു, കറക്റ്റ് പന്നി കിടക്കുന്ന പോലെ ഉണ്ടായിരുന്നു. പൊക്കത്ത് നിൽക്കുന്നതൊന്നും കണ്ടിട്ട് പന്നീനെ പോലെ തോന്നുന്നില്ല. അതിന്റെ തല ഇപ്പോഴും അത് തല പൊക്കത്തുള്ള ആട്. സൈഡിലുള്ള ഇഷ്ടംപോലെ കൃഷിയുണ്ട്. ഇതെന്ത് കൃഷിയാന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അതിനൊക്കെ അമ്മ തന്നെ വേണം. നല്ല ഒരിറക്കമായത്. വണ്ടിയൊക്കെ പതുക്കെ അത് വഴി കയറി വരുന്നുണ്ട് ലോറി. ഇവിടെ ഒന്നൊക്കെ ഉണ്ട്, അത് അങ്ങോട്ട് നോക്കിയാൽ ഫുള്ള് സ്ഥലം കാണാം അല്ലേ, നല്ല രസമുണ്ട്. അങ്ങോട്ടൊക്കെ എന്നെ പച്ചപ്പാന്ന്. അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ആ നട്ടേക്കുന്നത് കരിമ്പാന്ന് തോന്നുന്നു. കരിമ്പ് കുറേ ഭാഗങ്ങളിൽ കാണാം കൃഷി ചെയ്തേക്കുന്ന ഈ സമയത്ത്. കർണാടകയിലെ ഈ ഭാഗമെല്ലാം ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമാണ്, ഡെക്കാൻ പ്ലേറ്റോൻ്റെ. ആ നട്ടേക്കുന്നേ പയറ് കണ്ടുപിടിച്ചേ. ഇല കുറച്ച് വലുതായപ്പോൾ മനസ്സിലായി. ഗാട്ട് എൻസ്, ചെറിയൊരു ഗാട്ടായിരുന്നു. കഴിഞ്ഞു. സ്കാൻ ആയില്ലല്ലേ? സ്കാൻ ആയില്ല. ഇവിടെ 655 രൂപ. ആയിക്കോട്ടെ. ഇങ്ങോട്ടൊക്കെ കുറച്ച് മഴ കുറവുണ്ടെന്ന് തോന്നുന്നു. അതെ, ചെറുതായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. എവിടെ തെളിഞ്ഞു വരാൻ? ഇവിടുന്ന് മഴക്കാറ് കയറി വരുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്ന് വെച്ചാൽ തെളിഞ്ഞാ നിൽക്കുന്നത്. ഇല്ല, സൈഡിൽ നിന്ന് കയറി വരുന്നുണ്ട്. രാവിലെ വിശക്കുന്നുണ്ടോ? നന്നായിട്ട്. എനിക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നത്? ഇനിയിപ്പോൾ നമുക്ക് ഏതെങ്കിലും കടയിൽ കൊണ്ടുപോയി നിർത്താം. മലപ്രഭ നദി ഒഴുകുന്ന വെള്ളം കണ്ടോ, നല്ല കലങ്ങി മഴ പെയ്യുന്നോണ്ടാന്ന്. നല്ല കാറ്റുണ്ട് വെളിയില്. ഇതൊക്കെ ചെറിയ ഗ്രാമങ്ങളാണ്, അതുകൊണ്ട് അവിടെ എല്ലാം വീടുകൾ കണ്ടോ. ഈ ഓടിട്ട വീടുകളല്ല രസമുണ്ടല്ലേ. ഇവിടുത്തെ ഓടും ശ്രദ്ധിച്ചോ, ചെറിയ ഓട ഇങ്ങനെ വളഞ്ഞിരിക്കും. നമുക്കേ സർവീസ് റോഡിൽ ഇറങ്ങിയാലും കട നോക്കി നിർത്തി കഴിച്ചിട്ട് പോവാം ഫുഡ്. അതെ, വിശക്കുന്നുണ്ട് രാവിലെ. ഒരാളിതേ ഉറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട്. ഉറങ്ങി നന്നായിട്ട്. പിന്നെ ഉറങ്ങാ, നല്ല ഉറക്കമായിരുന്നു. നീ എന്നാ കഴിച്ചിട്ട് കിടന്നുറങ്ങാം. കഴിച്ചിട്ട് ഇനി കിടന്നുറങ്ങുന്നില്ല. കഴിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങാൻ പാടില്ല. വേണം കുറച്ചു നേരം വണ്ടി ഓടിച്ചോ. ഇല്ല, ഞാൻ ക്യാമറ കൈമാറും. വണ്ടിയൊക്കെ ഒതുക്കി ഫുഡ് കഴിക്കാൻ പാ. ഈ കട ഒരു മലയാളി ഹോട്ടലാണ്, ഒത്തിരി വർഷം പഴക്കമുള്ള. ഞാൻ പോകുമ്പോ ഒരു കഥ പറയാം. അപ്പൊ നമ്മള് പൊറോട്ട വന്നു. പൊറോട്ടയും എഗ് ബുർജി. അതാ അണ്ട കീമ, നല്ല അടിപൊളി കേരള പൊറോട്ട. ഞാൻ ഒരു ഓംലേറ്റും പറഞ്ഞു. നല്ല പൊറോട്ട കേട്ടോ. ഈ അണ്ട കീമ എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഈ സവളയും തക്കാളി കൂടെ ഇതുണ്ടാക്കിയല്ലേ, അതിനകത്തോട്ട് മുട്ട കൂടെ പൊട്ടിച്ച് ഒഴിച്ചുണ്ടാക്കുന്ന ഒരു ചാർ ഗ്രേവി, അത്രേ ഉള്ളൂ. എവിടെ വീടെടാ? ഞാൻ പാലക്കാട്. വൈഫ് ഹൗസ് കണ്ണൂര്. കൊടുങ്ങല്ലൂര്. ശരി, കണ്ടുണ്ട്. നമ്മള് രാജസ്ഥാനിൽ ചേച്ചി നിങ്ങളും മാത്രം വണ്ടി കൊണ്ടുവന്നില്ല, ഇവരൊക്കെ ട്രെയിൻ കയറി പോകുന്നു. അന്ന് ഞാനും ഫാമിലി ആയിട്ട് ചെറുപ്പത്തിൽ വെച്ച് നമ്മൾ കണ്ടായിരുന്നു. എങ്ങോട്ടാ പോകുന്നത്? നാട്ടിലേക്ക് പോകും. എല്ലാരും ഞാൻ വേറെ വണ്ടി, എല്ലാവരും വേറെ, കുഴപ്പമില്ല. ഫുഡൊക്കെ കഴിച്ചു. നമുക്ക് നേരെ വിട്ടേക്കാം. പോട്ടെ, ഫുള്ളടിച്ചോ പോട്ടെ. ഇത് കേരള വണ്ടിക്കാരെല്ലാം നിർത്തുന്ന ഒരു സ്ഥലമാണിത്. തെഗൂർ എന്ന് പറയും ഈ സ്ഥലപ്പേര്. തെഗൂർ. TGUR. കിത്തൂർ എന്നാ എല്ലാരും പറയുന്നേ. കിത്തൂര് നിങ്ങൾ കഴിഞ്ഞു വന്ന ഒരു സ്ഥലമാണ്. ഒരു 10-15 കിലോമീറ്റർ കൂടെ പുറകോട്ട് പോകണം.
അതുകൊണ്ടോ ട്രാക്ടറല്ല അവര് പണിക്ക് വന്നേക്കുന്ന അകലെ നിന്ന് അതുണ്ടോ ബൈക്കും എല്ലാം ഒരു കുടുംബമല്ല പല കുടുംബങ്ങളാണ്. 2-3 കുടുംബമുണ്ട്. കടയിൽ വന്നപ്പോ എന്തോ പറയാന്ന് പറഞ്ഞായിരുന്നല്ലോ, എന്തോ കഥയോ ഏതൊക്കെ. കഥയല്ല, ഞാൻ പറയാന്ന് പറഞ്ഞാൽ എന്നാന്നറിയോ, ആദ്യം ഞാൻ ലോറി ഫീൽഡിൽ വരുന്ന പൂനെ വെച്ചാണല്ലോ. അപ്പോൾ പൂനെക്ക് അങ്ങോട്ട് ട്രെയിന് പോയി കുറച്ച് നാൾ അവിടെ വന്ന് വെച്ച് തിരിച്ച് പിന്നെ ഈ ലോറിക്ക് നാട്ടിലേക്ക് ഒരു ലോഡ് എടുത്ത് പോരുക. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ ഈ വഴിയൊന്നും എനിക്കറിയത്തില്ല, ഞാൻ വന്നിട്ടുമില്ല, ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അന്ന് കണ്ട് എനിക്ക് വന്ന തൃശ്ശൂരിന് ഇപ്പുറത്തേക്ക് കാസർഗോഡ് സൈഡിലേക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് പൂനെന്ന് കോട്ടയത്തിന് ലോഡ് കയറ്റി MRFിലേക്ക് ഒരു ലോഡ്, MRFിനല്ല വേറെ ഇവിടെ നമ്മുടെ കോട്ടയം ടൗണിൽ ഇറക്കേണ്ട ഒരു ലോഡ് കയറ്റിയിട്ട് വരിക. അപ്പം എൻ്റെ കൂടെയുള്ള അവിടെ മഹാരാഷ്ട്രയിലെ കർണാടകക്കാരനാണ്, മഹാരാഷ്ട്ര താമസിക്കുന്ന ഒരു പയ്യനാണ് കിളിയായിട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ഇങ്ങനെ ബോംബെന്ന് വരിക, ലോഡ് കയറ്റിക്കൊണ്ട് വരിക. അപ്പോൾ ഈ വഴിയെല്ലാം അന്ന് ഡബിൾ ലൈനേ ഉള്ളൂ, 2 വണ്ടി പോകാനുള്ള വഴിയേ ഉള്ളൂ. വഴിയെല്ലാം എന്നിട്ട് മോശമാണ്, കട്ടറ. അപ്പോൾ ഇങ്ങനെ വന്ന് ഞങ്ങൾ ഒരു ദിവസം രാത്രി ഇങ്ങനെ ഓടി ഒന്ന് നേരം വെളുക്കാറായപ്പം നമ്മളിപ്പം വന്ന ഹോട്ടലിൻ്റെ അവിടെ വന്നു. അത് മലയാളി ഹോട്ടലൊന്നും എനിക്ക് അന്ന് അറിയത്തില്ല. അപ്പോൾ അന്നൊക്കെ ഇത്തരം കടകളൊന്നുമില്ല, കടകളൊക്കെ വളരെ കുറവാണ്, ഹൈവേയിൽ വളരെ കുറവാണ്. ഒരു കട കഴിഞ്ഞാൽ ചിലപ്പം 10, 20, 30, 40 കിലോമീറ്റർ കഴിഞ്ഞിട്ട് അടുത്ത കടയുള്ളൂ, അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നപ്പോൾ കപ്പ് പിടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ കയറിയത്. അപ്പോഴാണ് അത് മലയാളി ഹോട്ടലാണെന്ന് കയറിയത്. അപ്പോൾ ആ കട ഒരു 40-50 വർഷം മുന്നേ ഉള്ളൊരു കടയാണ്. അത്രയും നാൾ മുന്നേ തുടങ്ങിയതാണ്. അവരുടെ സ്ഥലമൊക്കെ അവരുടെ സ്വന്തമാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ അവിടെ വരുമ്പോൾ എപ്പോഴും കാര്യം ഓർക്കും. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ വന്ന് രസമാണ്. വണ്ടി ഇന്നത്തെ പോലെ എല്ലാം കിലോമീറ്റർ അറിയുമോ, ഈ വഴി മോശമായതുകൊണ്ട് അതൊക്കെ 1 മണിക്കൂർ ഓടിയ 10-15 കിലോമീറ്റർ 20 കിലോമീറ്ററൊക്കെയാണ് ഓടുന്നത്. അങ്ങനെ വന്ന് രാത്രിയില്ല വന്ന് പിന്നെ മംഗലാപുരം എത്തി. രാവിലെ മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റ് വരുന്നപ്പോൾ രാത്രിയിൽ 2-3 മണിയായിരുന്നു. വഴി മൊത്തം മോശമാണ്, മൊത്തം കട്ടറാ. അയ്യോ. അപ്പോൾ അത് എപ്പോഴും ഈ കടയുടെ അവിടെ ഇവിടെ വരുമ്പം എപ്പോഴും ഓർക്കും. മിക്കവാറും കൊണ്ട് ഇലവരാണ് അവിടെ കയറിയതിലൊക്കെ വെച്ചിട്ട് പോലും. ഇപ്പൊ ഇച്ചിരിയൊക്കെ നവീകരിച്ചിട്ടുണ്ട്. അന്ന് ലോറിക്കാർ മാത്രം കയറുന്ന കടയായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ ഭയങ്കര തിരക്ക് വരും, കടകൾ കുറവല്ലേ. മലയാളികൾ മാത്രമല്ല, എല്ലാ വണ്ടിക്കാരും നിർത്തുന്ന ഒരു കടയായിരുന്നു. ടാറ്റ മോട്ടേഴ്സ് പ്ലാന്റാ. ടാറ്റ മോട്ടേഴ്സിന്റെ ധാർവാഡ് പ്ലാന്റ്. അത് ഈ പ്ലാന്റ് പണിയുന്ന ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് വന്നുകൊണ്ടിരുന്ന സമയത്ത്. ഇത് ഒത്തിരി കാലമൊന്നും ആയില്ല ഇവിടെ വന്നിട്ട്. ഇതുണ്ടോ, ടാറ്റ ഹിറ്റാച്ചി ധാർവാഡ് പ്ലാന്റ്. ഈ ടാറ്റ മോട്ടേഴ്സിൻ്റെ ഈ ധാർവാഡ് പ്ലാന്റിൽ കൂടുതലും ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിളും ബസ്സും ഹിറ്റാച്ചിയൊക്കെ എക്സ്കവേറ്ററുകളൊക്കെയാണ് നിർമ്മിക്കുന്നത്. NH4 ഇത് പഴയ നമ്പറാവട്ടെ, NH4. ഇപ്പോൾ NH48. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഇറങ്ങിയാൽ ധാർവാഡ് ടൗൺ. പണ്ട് ഈ ബൈപ്പാസ് വരുന്നതിന് മുമ്പ് ധാർവാഡ് ടൗണിൽ കൂടെ ആയിരുന്നു പോകുന്നത്, ഒത്തിരി വർഷം മുന്നേ. ആ ടൗണിൽ കൂടെ ആയിരുന്നു വഴി. ആ ടൗണിൽ കൂടെ വന്ന് നമ്മൾ മറ്റേ സിംഗിൾ റോഡ് വന്നില്ലേ, ആ വഴി വന്ന് പോകുമായിരുന്നു ഞങ്ങള്. കാരണം ഇങ്ങോട്ട് വരുന്ന വഴി കണ്ടോ, അതാ താഴെക്കൂടെ. ഇവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ട് നമുക്ക് ചിക്കൻ കറി എടുത്ത് ചൂടാക്കി വെക്കാം. ഈ വണ്ടി ധാർവാഡ് പ്ലാന്റിൽ നിന്ന് ഓടിച്ചോണ്ട് പോകുന്ന എങ്ങോട്ടേലും, അല്ല തമിഴ്നാടോ കേരളമോ ഒക്കെ ആയിരിക്കും. ചിക്കൻ കറി കുഴപ്പമൊന്നുമില്ല, ചൂടാക്കൊന്നും വേണ്ടത്, അത് നല്ല തണുത്തതായിരിക്കും. ആണോ? എന്നാ പിന്നെ ക്യാബിനകത്തോട്ട് എടുത്ത് വെക്കാം. കഞ്ഞി എടുത്ത് വെച്ചേക്കാം. ഇപ്പൊ നമ്മള് ധാർവാഡ് ബൈപ്പാസിലേക്ക് കയറി. അപ്പൊ ഇത് നേരെ ബാംഗ്ലൂർ പോകും ഈ റോഡ്. നമ്മള് ബാംഗ്ലൂർ പോകുന്നില്ല, നമ്മള് മംഗളൂർ പോകും. മംഗളൂർ. എല്ലാരും കമന്റ് ഇട്ട് ഞാൻ കണ്ടു, അച്ഛക്ക് എന്ത് സന്തോഷം മക്കളുടെ കൂടെ പോയപ്പോൾ. ഈ സന്തോഷം ഇതിനു മുന്നേ ഒന്നും കണ്ടിട്ടില്ല. അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്, 100% തെറ്റിദ്ധാരണയാണ്. ഇവിടെ ഇരുന്ന് ഇടയ്ക്ക് വീട്ടിലോട്ട് വിളിച്ച് ഭാര്യനെ വിളിച്ച് മക്കളുടെ കുറ്റം പറയാ. അതെ, അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് പറയാ. നീ ഉണ്ടായിരുന്നെങ്കിൽ അത് കിട്ടിയേനെ ഇത് കിട്ടിയേനെ അത് കൊണ്ടുവന്നേനെ അത് വെച്ച് തന്നേനെന്ന് പറയാ. അതെ, പിന്നെ ഈ കാണുന്ന ചിരി ഒന്നും ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടുള്ളതല്ല, ഞങ്ങളെ ട്രോളുന്ന ചിരിയാണ്. അതന്നെ, ട്രോളുന്ന ചിരിയാണ്. അതിനെ പലരും തെറ്റിദ്ധരിച്ചു, അതല്ല സത്യം. അമ്മേനെ 3 നേരം വിളിക്കും ചേച്ചേ, 3 നേരം പറയും. അമ്മേനെ ഒറ്റ പ്രാവശ്യം പോലും ഞാൻ വിളിച്ചില്ല. പിന്നെ അമ്മേനെ വിളിക്കണ്ട, അമ്മ ഇങ്ങോട്ട് വിളിക്കൂല, അപ്പൊ ഇരുന്ന് പറയാ കംപ്ലൈന്റ്. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം മരുന്ന് പോലെയാ. അതെ, അതാണ് സ്നേഹം. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാലും ഗോവ പനാജി 165 കിലോമീറ്റർ. ഇതൊക്കെ അടിപൊളി റൂട്ടായിരിക്കും കേട്ടോ ഈ മഴക്കാലത്ത് പോകാൻ. ഞാൻ വിചാരിച്ച തിരിച്ച് നമ്മള് ഗോവ വഴിയായിരിക്കും വരുന്നത്. ഗോവ വഴി ഈയിടെ ഒക്കെ പോയതല്ലേ, അത് പിന്നെ ഈ വഴി തന്നെ വരാന്ന് വെച്ചേ. ഈ വഴിയൊക്കെ ഉണ്ടല്ലോ, ലോറിയ വന്നാൽ നമുക്ക് എല്ലായിടത്തും പോകാൻ പറ്റുമല്ലോ. ചെറുവണ്ടി ഏതെങ്കിലും കൊണ്ട് വന്നാല്, അല്ലെ നമ്മുടെ കാരവനോ
പിന്നെ തോക്കുമാരൻ്റെ വണ്ടിയൊക്കെ ആണെങ്കിൽ ഇതിലെല്ലാം കറങ്ങാം. ഈ പോകുന്ന വഴിയൊക്കെ ഭയങ്കര രസമായിരിക്കും. ഗോവ റൂട്ട് മഴക്കാലത്ത് നല്ല അടിപൊളിയാണ്. ഡ്രൈവറെ വഴിയറിയാം. ഇതിലെ നേരെ ബാംഗ്ലൂർ പോയി വഴി. ഇവിടുന്ന് ഒരു തിരിവുണ്ട്, പറഞ്ഞു തരണം. നല്ലൊരു തിരിവാ. നമ്മള് പ്രാക്ടീസ് അല്ലേ, അതുകൊണ്ട് അങ്ങനല്ലല്ലോ അല്ലേ മനു? വഴി അറിയത്തില്ലാത്ത മെയിൻ ഡ്രൈവർ അങ്ങനെയല്ലേ. ഇവിടെ ഞാൻ അത് ഈ വഴിക്ക് പതുക്കെ സ്ലോ തിരിയണം. ഇതിലെ അടുത്തോട്ട് ഇറങ്ങിക്കോ. നീ കഥ പറഞ്ഞോണ്ട് പോയ ബാംഗ്ലൂർ ചെല്ലും വണ്ടി. ഇവിടെ വഴിയാണോ തിരിയുന്നത്? ഇതിലെ തിരിഞ്ഞു മെയിൻ തിരിയലാണോ? അതൊക്കെ ഇത് നമ്മള് അതിലെ പോയ ഹുബ്ലി ചെന്നിട്ട് പോയി. നമ്മള് ഹുബ്ലി ചെല്ലാതെ പോന്ന ഫുൾ അടിച്ചോ. ഇതിലെ ഒരു ഹുബ്ലി ചെല്ലാതെ കൽക്കടക്കിയിലേക്ക് പോകാനുള്ള ഒരു ഷോർട്ട് കട്ടാ. പണ്ടൊക്കെ ഇതിനകത്ത് ഞാൻ ഒത്തിരി കഥ പറഞ്ഞിട്ടില്ലേ, ഒരു ചെറിയ വഴിയായിരുന്നു, പോലീസുകാർ വണ്ടിയെ കയറിയിരുന്ന് വരും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ആ സ്ഥലം. ഇവിടെ ഒരു ടോൾ ബൂത്ത് ഉണ്ടായിരുന്നു, അത് നിർത്തി. അതുകൊണ്ടോ ഹൈവേ കൂടെ നമ്മൾ വന്നത്. ആ ഹൈവേ കൂടെ നമ്മളെ ഇതിലെ റൈറ്റിലേക്ക്, അവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ ധാർവാഡ് ടൗണിലേക്ക് പോകും. പണ്ട് ഞങ്ങൾ ഇതിലേ വന്ന് പൊക്കോണ്ടിരുന്നത്. അപ്പം ബൈപ്പാസ് ഒക്കെ ആയി. ഇവിടെ നമുക്ക് ലെഫ്റ്റ് പോകണം. ലെഫ്റ്റ് കൽക്കടക്കി, റൈറ്റിലേക്ക് പോയാൽ ധാർവാഡ്. ഞാൻ ഓർക്കുന്നു വിസ്താരം. ഇപ്പൊ നമ്മൾ വന്നപ്പോഴേ ഉറക്കമായിരുന്നു. അതുകൊണ്ട് മനസ്സിലായില്ല. ഇല്ല, എനിക്ക് മനസ്സിലായില്ല. ഞാനിത് കണ്ടുപോലും. അതല്ലേ ഞാൻ ചോദിക്കുന്നത്, ഇത് ഏത് റൂട്ട്? ഇതിപ്പോ ഒരു സിംഗിൾ റോഡല്ല, ഇപ്പൊ അത് ഡബിൾ റോഡാക്കി. കുഴപ്പമില്ല. ഇപ്പൊ ഇവിടുന്ന് നമ്മൾ കുറച്ച് കന്നഡ ഗ്രാമങ്ങളിൽ കൂടെയാണ് അങ്ങ് പോകുന്നത്. ഈ കന്നഡ ഗ്രാമങ്ങളാണല്ലോ ഇപ്പൊ കുറെ ഡെവലപ്പ് ആയി കേട്ടോ, പണ്ടത്തെ അപേക്ഷിച്ച്. പഴയ ഒരു സ്കൂളാണ്. ഓടിന്റെ 1931 സ്കൂളാ. 31 അതിന്റെ ആ ഓടിന്റെ മുകളിൽ കൂടെ ഷീറ്റ് ഇട്ടേക്കുന്നുണ്ട്. ഓട് മാറ്റാതെ ഓടിന്റെ മുകളിൽ ഷീറ്റ് ഇട്ടേക്കുക. ഇതെല്ലാം ഗ്രാമങ്ങളാണ്, വീടുകളുണ്ട്. അപ്പൊ ഇനി ഒരു 32-33 കിലോമീറ്റർ ഇതുപോലുള്ള വഴിയാണ്. അപ്പൊ ഈ റോഡ് ചെന്ന് നമ്മൾ ഹുബ്ലിയിൽ നിന്ന് എല്ലാപ്പൂര് പോകുന്ന റോഡിലേക്ക് ചേരും. കൽക്കടിക്ക് മുമ്പ് ചെന്ന് ചേരും. എല്ലാപ്പൂർ ഇറങ്ങാനുണ്ടല്ലേ ഇനി? പിന്നെ എല്ലാപ്പൂര് മറ്റേ എല്ലാപ്പൂർ ഘാട്ട് അല്ലെങ്കിൽ അർബേൽ ഘാട്ടൊക്കെ ഇറങ്ങി വേണമല്ലോ പോവാൻ. പാല് വണ്ടിയാ. പാല് വേണോ? പാലൊന്നും വേണ്ടല്ലോ. പാലൊന്നും വേണ്ട, ചായ വെക്കുന്നുണ്ടല്ലേ പാലിന്റെ ആവശ്യമുള്ളൂ. ഇവിടെ ചായ കുടിക്കണ ആരുമില്ല. നമ്മൾ രണ്ടുപേരും ചായയും കാപ്പിയും കുടിക്കാൻ നിർബന്ധമൊന്നുമില്ലല്ലോ. അച്ഛൻ കട്ടൻ കാപ്പിയല്ലേ ഇപ്പൊ കൂടുതൽ കുടിക്കണേ. തെങ്ങും വാഴയും എല്ലാ കൃഷികളും ഉണ്ട്, കരിമ്പും. ഇതുണ്ടോ ഇൻഡിക്ക ഒന്നും ഇപ്പൊ കാണാൻ പോലും ഇല്ല. രതീഷും ജലജയും കല്യാണത്തിന് പോയത് ഇൻഡിക്കയിലാണ്. അപ്പൊ ഞാൻ ആകുന്ന പറഞ്ഞ നമ്മുടെ ഒരു ജീപ്പ് ഉണ്ടായിരുന്നേ, ജീപ്പേ പോവാന്ന് പറഞ്ഞിട്ട് ആരും വീട്ടുകാർ സമ്മതിച്ചില്ല. നമുക്ക് കാറേ പോണമെന്ന് പറഞ്ഞോണ്ട് അതേ പോയി. അതുകൊണ്ട് മുത്തിന്റെ കല്യാണത്തിന് 66 പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ തോക്കുമാരന്റെ വണ്ടിയല്ലേ. എന്നാ കാറ്റാന്ന് നോക്കി. വണ്ടി നല്ലപോലെ കാറ്റ് പിടിക്കുന്നില്ലേ? നന്നായിട്ട് കാറ്റ് പിടിക്കുന്നുണ്ട്. എല്ലാം കൃഷിക്കാരുടെ വീടുകളാണ് രണ്ട് സൈഡ്. ഇവിടുത്തെ ഒരു ക്ഷേത്രം, കോവിൽ, ദേവീക്ഷേത്രമാണ്. ഇവിടുത്തെ ലാംഗ്വേജ് കുറച്ച് കന്നഡ, കുറച്ച് തമിഴായിട്ടും സാമ്യമുണ്ട്, ഒരിത്തിരി മലയാളമായിട്ടും. മലയാളമായിട്ടല്ല, തമിഴായിട്ടുള്ള. അത് കന്നഡ അങ്ങനെയാണ്, കുറച്ചൊക്കെ മനസ്സിലാവും. വലുതായിട്ടൊക്കെ ചോദിച്ചൊന്നും മനസ്സിലാകത്തില്ല, ചെറുതായിട്ടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും. ഇതെല്ലാം കൃഷിക്കാരുടെ വീടുകളാണ്. കട്ടയുണ്ടല്ലേ? ഈ സ്ഥലപ്പേരെ കൻവി ഹൊന്നപ്പൂർ എന്നാ. ഇതുണ്ട്, അങ്ങോട്ട് നോക്കിയേ, ഒത്തിരി മലനിരകൾ കാണാം. നല്ല വ്യൂ, കൃഷിയിടം എല്ലാം നല്ല രസമാണ്. ഒത്തിരി പൊക്കമുള്ള മലകളല്ല, ചെറിയ മൊട്ടക്കുന്ന് പോലെ. ഇതുണ്ട്, ഇത് ഇന്നാള് നമ്മുടെ ജലജ ഓടിച്ച വണ്ടിയാ, ട്രാക്ടറാ. എന്നാ ഇതെന്തിനുള്ളതാണെന്നറിയോ? ഇത് മരുന്നടിക്കുന്ന സാധനം. അതുണ്ടോ, ഈ കൃഷി സ്ഥലത്തിനകത്തൂടെ കയറി, അതായത് ചെറിയ വീല്, ആ ടാങ്കിനകത്ത് മരുന്ന് ഇളക്കി വെക്കുന്ന. ഇതുണ്ടോ, ഇത് സ്പ്രേ ചെയ്യുന്ന സാധനം കണ്ടോ. അപ്പൊ ഇതിനകത്തൂടെ കയറി ഓടും, അതൊന്നും പോവാതെ, എളുപ്പമുണ്ട്. ഇവിടെ കുറച്ച് ദൂരം വഴി പണിയാ. വഴി ബാക്കിയെല്ലാം നല്ല. പണ്ടിത് ഒരു വണ്ടിക്ക് പോകാനുള്ള വീതി ഉള്ളായിരുന്നു. വേറെ വണ്ടി വരുമ്പോഴത്തേനും ടാറിങ്ങി ഒന്ന് ഇറക്കി കൊടുക്കണമായിരുന്നു. ഇത് കുറെ ദൂരം പുളിയാ കണ്ടോ, തമിഴ്നാട്ടിലെ പോലെ അല്ലേ. ഈ പുളിമരം ഇങ്ങനെ നിക്കുന്നതേ നല്ല ഒരു വേറൊരു വഴി കൂടെ പോകുന്നല്ലേ, നല്ല. നമ്മളെ സാധാരണ ഹൈവേ കൂടെ പോകുമ്പോ നീ ഭംഗിയില്ല. അതില്ല, ഇതെല്ലാം വെട്ടിക്കളയല്ലേ ഉള്ള മരങ്ങളല്ല. പിന്നെ വഴി വലുതാവണം, മരം വേണം, എല്ലാം കൂടെ പറഞ്ഞ എങ്ങനെയാ? എല്ലാം കൂടെ നടക്കുകയല്ലോ. ഇല്ല, പക്ഷെ നമുക്കിപ്പം മരം വെട്ടിയാൽ ബാക്കി പിന്നെ നട്ടുപിടിപ്പിക്കാലോ, വെച്ചുപിടിപ്പിക്കണം. അതെന്താന്നറിയോ, പക്ഷെ ഈ ഹൈവേല് ഇപ്പൊ 4 ലൈൻ ആക്കുമ്പോ അതിന്റെ സൈഡിൽ കൂടെ വെക്കും. അധികം കാലം കഴിയാതെ അത് 6 ലൈൻ ആക്കും. ആ മരം വളർന്നു വരുന്നതിന് മുമ്പ് അത് വീണ്ടും വെട്ടിക്കളയും. അപ്പൊ അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതുപോലെ സ്ഥലം ഉണ്ടെങ്കിൽ ഒത്തിരി അകലെ വെക്കാം മരം വെച്ച് പിടിപ്പിക്കുന്നത്. ഈ വണ്ടി ഇതുവരെ ഓടി വരുന്നതാണ്, നല്ല രസമാണ്. ഇതുപോലെ കുറെ ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട് ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ.
ഇവിടുന്ന് വേറെ അതുണ്ട്, അത് വേറെ ചെറിയ ഗ്രാമങ്ങളിലേക്ക് വന്ന വഴിയാത്. ഓരോരോ സ്ഥലത്തോട്ട് പോകാൻ വഴിയുണ്ട് ഇവിടെ. ആ ഇഷ്ടംപോലെ ചെറിയ സ്ഥലങ്ങള്. ഇത് മൊത്തം പയറാ നട്ടേക്കുന്നേ. ഇത് പയറാ. അതുണ്ട് അവിടെ കോഴി ഫാമാന്ന് തോന്നുന്നത്. ഇതുണ്ട് ഈ നട്ടേക്കുന്ന ചോളം. ഇതേ മരത്തിന്റെ അടിയിലേക്ക് കൂടെ ഒക്കെ പോകുമ്പോ നോക്കണം. ഞാൻ മണ്ട ഇച്ചിരി പൊക്കമുണ്ട്, ക്യാബിന് മുകളിലേക്ക് പൊക്കം ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് മൊത്തം വെണ്ട കൃഷിയാ. അത് പച്ചമുളകുണ്ട്, പച്ചമുളക്. ഇവിടെ മഴയൊക്കെ പെയ്ത് കൃഷികളൊക്കെ തുടങ്ങുന്ന സമയമാണ്. ഇതൊക്കെ നേരത്തെ വിത്ത് വിതച്ചായിരിക്കും അല്ലേ? അതൊക്കെ നേരത്തെ. എല്ലാരും കൃഷിക്കാരെല്ലാം പണിയുടെ സമയങ്ങളിലാണ് ഇപ്പം. ചുറ്റിനും കൃഷിയാ. കൃഷി സ്ഥലങ്ങളെ ഉള്ളു മൊത്തം, കൃഷിയില്ലാത്ത സ്ഥലങ്ങൾ ഒട്ടുമില്ല പറഞ്ഞു. കൃഷിയുള്ള എല്ലായിടത്തും എല്ലാ വീട്ടിലും ഓരോ ട്രാക്ടറുണ്ട്, ട്രാക്ടറും കാളയുണ്ട്. ഇതെല്ലാം പച്ചമുളക് കൃഷിയാണ്. കൃഷി ചെയ്ത് ഇതുപോലെ നല്ലപോലെ വളർന്നു നിൽക്കുന്ന കാണാൻ നല്ലതല്ലേ? ഇത് അത് പച്ചമുളകാണോ? വലിയ പച്ചമുളക് കേട്ടോ. ഇത് അവിടെ പറിക്കുന്നുണ്ട് കാണോ? ഇതെല്ലാം പറിച്ച് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചേക്കുന്ന. കന്നഡ ಗೊತ್ತಿಲ್ಲ. ಹಿಂದಿ ಅದೇ ഹിന്ദി ഇല്ലില്ല. ഹിന്ദി ഇല്ല, ഓൺലി കന്നഡ. അതെ, കന്നഡ അറിയാവുന്ന ഒരാൾ വരുന്നുണ്ട്. നിനക്ക് കന്നഡ അറിയാടി? അവൾക്ക് കന്നഡ അറിയില്ല. ഇത് നല്ല മുഴുത്ത പച്ചമുളക്, നീളമുണ്ട്. ആ നമുക്ക് കിട്ടുന്ന പച്ചമുളക് നല്ല നീളമുള്ള പച്ചമുളക്. നല്ല രസമല്ലേ ഇത് വിളഞ്ഞു വയ്ക്കുന്നതാണ് അല്ലേ? എല്ലാം നിൽക്കുന്നുണ്ട്. ആ അതെ, അത് ഒത്തിരി എണ്ണം ഇങ്ങനെ വരും നിൽക്കുമ്പോൾ കാണുമ്പോഴേ നല്ലൊരു ഭംഗിയാണ്. അതെ, അവിടെ ഉണ്ട്, അവിടെ അവർ പറിക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് അങ്ങോട്ട് ചെളിയാ, അങ്ങോട്ട് മഴയും പെയ്യും തോന്നി. ഇപ്പം മഴ പെയ്യും കേട്ടോ, തൂളുന്നുണ്ടോ ഇവിടെ? ഈ ഇതിന്റെ ആര്യവേപ്പിന്റെ ചോട്ടിൽ മഴ അനയത്തില്ല. മഴ പോയി, നമ്മളെ നനയ്ക്കാൻ വേണ്ടി ഒരു ചെറിയ മഴ. അതിനുള്ള കാറ്റുണ്ട്, നല്ല കാറ്റ്. അതാ മഴക്കാർ പോയി. പഴയ വീടാണേലും കാണാൻ നല്ല രസമല്ലേ ഓടിട്ട്. വീടുകളല്ലേ ഏകദേശം ഒരേപോലെ ഇരിക്കും. ആ ഇതെല്ലാം ഒത്തിരി പഴക്കമുള്ള വീടാ, മൺകട്ട കെട്ടിയ വീടുകളാ. ഗാവ്ക്കാ നാമേ ഹിരഹോനഹള്ളി. ഇതുണ്ടോ, ഇതെല്ലാം കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളാണ്. ഇതിൻ്റെ ഒരുപാട് കടകളുണ്ട് ഇവിടെ. ചെറിയ ഗ്രാമത്തിൽ പോലും അത്രയും വലിയ കടകളുണ്ട്. ഇവിടെയൊക്കെ നല്ല വഴിയാണ്, നേരെ കിടക്കുന്നു. രണ്ട് സൈഡിലും കൃഷികൾ. അപ്പോൾ അതെ, നമ്മൾ വന്ന് മെയിൻ റോഡിൽ കയറി. ഇതുണ്ട്, ഈ ലെഫ്റ്റിലേക്ക് പോയാൽ ഹുബ്ലി, റൈറ്റിലേക്ക് പോയാൽ കൽഗടിക്ക്. കാർവാർ, അങ്കോള, കൽഗടിക്ക് 5 കിലോമീറ്റർ. അതെ, ആടുകൾ, ചെമ്മരിയാട് എല്ലാം ചെമ്മരിയാടാണ്, വേറൊരു ടൈപ്പ് ആട്. ഇതാണ് കൽഗടിക്ക് ടൗൺ. ഇവിടെ മാർക്കറ്റ് ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും. മാർക്കറ്റ് ദിവസങ്ങളിൽ ഈ അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്ന് എല്ലാ ആൾക്കാർ പച്ചക്കറിയും മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഇവിടെ വരുന്നത്. പൂവുണ്ടോ, പൂക്കട കണ്ടോ? KSRTC ബസ് സ്റ്റാൻഡ്. കാളവണ്ടി മുന്നേ പോകുന്നതുകൊണ്ടാണ്. ഇത് സിംഗിൾ എഞ്ചിനാണ് കേട്ടോ. അപ്പോഴേ വേണമെങ്കിൽ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിക്കോ. അതെ, ഓടുക. ഈ അച്ഛളല്ലേ, ഈ അച്ഛ ഉടായിപ്പാണേ. വലിയ ഉടായിപ്പാ. ഇന്നലെ പറഞ്ഞു ഞാൻ ഉറക്കം വരുമ്പോൾ വിളിക്കാന്ന്, എന്നിട്ട് കൊണ്ട് വണ്ടി അങ്ങ് ഒതുക്കി. ഇന്നലെ എന്നോട് കഴിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ എടുക്കണം. വേണ്ട ഞാൻ എടുത്തോളാം എടുക്കും. എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തും, കിടന്നുറങ്ങും. വിളിക്കത്ത്. അതല്ല, ഇന്നലെ ഞാൻ നോക്കിയപ്പോ നല്ല മഴയും കാറ്റും തണുപ്പും. നിങ്ങൾ രണ്ടും നല്ല ഉറക്കം. എന്നാ പിന്നെ ഇവിടെ കിടന്ന് ഉറങ്ങിട്ട് രാവിലെ പോകാന്ന് വെച്ചാൽ അത്ര അർജന്റ് ഒന്നും ഇല്ലല്ലോ. എന്നും അങ്ങനെ വിചാരിക്കുന്നേ. അതാണ് രസം. എല്ലാപ്പൂർ 37, അങ്കോള 110, കാർവാർ 136. വീണ്ടും മഴ തുടങ്ങി. ഇതുണ്ടോ, എല്ലാം പഴയ ഓടിട്ട വീടുകളാ കണ്ടോ. ഇത് ദേവികോപ്പ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ദേവികോപ്പ. ഇവിടെ തൊട്ട് നമ്മുടെ വനം തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ അങ്ങ് അങ്കോള ചെല്ലുന്നിടം വരെ വനമാണ്, എല്ലാപ്പൂർ വനങ്ങളാണ്. ഇതുണ്ടോ, കരിമ്പുലിയാ ചാടുന്നത്. ആനിമൽ ക്രോസിംഗ് ഗോസ്വാ. അപ്പുറം കരടിയുടെ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഉള്ള ഒരു വലിയ വനമാണ് ഇത്. ഇതാണ് കിർവത്തി പോലീസ് ഔട്ട് പോസ്റ്റ്. ഇത് വനമാണേലും ഇടയ്ക്കെല്ലാം ഗ്രാമങ്ങളാ, ജനവാസമുണ്ട്. നല്ല തിരക്കുണ്ട്. ഇല്ലില്ല, അപ്പുറത്തേക്ക് ഈ സൈഡിൽ എവിടെയെങ്കിലും മാർക്കറ്റ് ഉണ്ടാവും. അതാ ഈ മഴ കാരണമേ
കട എല്ലാവരും ഒക്കെ മാറ്റിയതാണ്. ഇന്ന് ഇപ്പം നല്ലൊരു മഴ പെയ്ത് തുറന്നല്ലേ ഉള്ളൂ. ഇതണ്ട ഇതിനുള്ളിലേക്കാ, അകത്താ മാർക്കറ്റ്. അതുകൊണ്ട് ആ സൈഡിലകത്ത് മാർക്കറ്റാ. ഇതല്ലേ, ഇതെല്ലാം പച്ചക്കറി മാർക്കറ്റാ. പ്ലാസ്റ്റിക് കെട്ടിയേക്കുന്ന മൊത്തം. ഇന്ന് മാർക്കറ്റ് ദിവസം ഇവിടുത്തെ. അപ്പം നമ്മളിതേ എല്ലാപ്പൂര് കഴിക്കണ്ടേ? വിശക്കുന്നില്ല ആർക്കും. കഴിക്കാൻ നമുക്ക് കഞ്ഞിയും ചിക്കൻ കറിയും വണ്ടിക്കകത്തിരിക്കുക. എന്നിട്ട് കഴിക്കാൻ എങ്ങനെയാ കഴിക്കണ്ടേ? മുതേ കഴിച്ചേക്കാം. അപ്പുറത്തോട്ട് വീതികളുടെ ഒതുക്കിയേക്കാം. ഉറങ്ങിക്കോളൂ. അപ്പോൾ നമ്മളെ അങ്ങോട്ട് പോയപ്പോൾ ഇതേ ആ ലെഫ്റ്റിൽ നിന്നൊരു വഴി വന്നായിരുന്നു. ആ വഴിക്കാണ് വന്നിറങ്ങിയത് ഇവിടെ വനത്തിക്കൂടെ. ഇനിയിപ്പം ഈ പോകുന്ന വഴിയും വനം തന്നെയാണ്. ഇതിൽ നമുക്ക് നേരെ പോയേക്കാം. നേരെ അങ്കോളയിലേക്ക് ഇറങ്ങിയേക്കാം. അർബേൽ ഘാട്ട് ഇറങ്ങിപ്പോ. അപ്പം കഞ്ഞിയും കറിയൊക്കെ ഞങ്ങൾ നേരത്തെ വണ്ടിക്കകത്ത് എടുത്തു വെച്ചു. പ്ലേറ്റ് എടുത്ത് വെക്കണ്ടെന്ന് എന്നോട് പറഞ്ഞതാ. ഞാൻ എടുത്തു വെച്ചതുകൊണ്ട് ഇപ്പൊ ഇറങ്ങണ്ട. ദീർഘവീക്ഷണം കണ്ടോ? അതുകൊണ്ട് പ്ലേറ്റും എടുത്തു വെച്ചു. അപ്പം കഞ്ഞിയും ചിക്കൻ കറിയും കഴിച്ചേക്കാം. തവി അതിനകത്തുണ്ടായിരുന്നു. ചെറിയ തവി, അതൊന്ന് മുങ്ങിത്തപ്പണം ഇനി. ഒന്ന് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ കിട്ടും. നല്ല വെച്ച കോയിന്റെ മണം. പൊന്നൂനെ നമുക്ക് ആസ്ഥാന കുക്കാക്കിയേക്കാം. ചിക്കൻ കറി വെച്ച് ഞെട്ടിപ്പിച്ച് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ശരിക്കും ഞെട്ടിപ്പോയെന്ന് തോന്നുന്നു. കാരണം ഇന്നലെ തൊട്ട് ചിക്കൻ കറി കഴിച്ചപ്പോഴത്തേക്കും ചിക്കൻ കൊള്ളാം കേട്ടോ. ഞാനിങ്ങനെ കൊഴപ്പില്ല, നീയിപ്പൊ ഇത്തിരി കൊള്ളത്തില്ലേ, നല്ലതാന്ന് പറഞ്ഞേക്കാം, പ്രോത്സാഹനം ആയിക്കോട്ടെ എന്ന് ഓർത്തപ്പോ നല്ല ചിക്കൻ കറി. എന്താ ഞങ്ങളുടെ ചിക്കൻ കറി കിടക്കുന്നുണ്ടാവും. അപ്പൊ ഉച്ചക്ക് കഞ്ഞിയും ചിക്കൻ കറിയും, പഴങ്കഞ്ഞിയും ചിക്കൻ കറി. തുണ്ടമീൻ വേണമെങ്കിൽ മീൻ ഇനി ഇരിപ്പുണ്ട്, മീനും ഇരിപ്പുണ്ട്. അതൊക്കെ മിച്ചവാ. ഇല്ല, അത് കുറച്ചേ ഉള്ളൂ. അത് കുറച്ചുള്ളൂ, മീൻ കുറച്ചുള്ളൂ. ഓൾറെഡി കുറച്ച് തന്നു വിട്ടുള്ളായിരുന്നു, അതുകൊണ്ട് കുറച്ച്. അത് തീർന്നില്ലോ. ഇല്ല, ഇരിപ്പുണ്ട്. ചോറൊക്കെ ഉണ്ട്. പോയേക്കാം. ചോറല്ല, കഞ്ഞി കുടിച്ചല്ലേ. കഞ്ഞി കുടിച്ചു. ഒരു മഴയും പെയ്ത് മാറി. ചോറുണ്ടല്ലേ, ഇനിയും കുറച്ച് കഴിഞ്ഞ് കിടക്കാം കേട്ടോ. ഇവിടുത്തെ ഒരു സ്കൂളുണ്ടോ, ഒത്തിരി പഴയ സ്കൂളാണ്. യാന 65 കിലോമീറ്റർ. യാന കേവ്സ് ഉണ്ട്. അതാ യാന കേവ്സ്. അതാ യാന. അങ്കോള 71. മഗോഡ് ഫാൾസ്. ഇവിടെ കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടോ മഴക്കാലത്ത്. പന്നിയും കുട്ടികളും കൂടെ നടക്കുന്നു. എത്ര പേരാ? ഒത്തിരി പിള്ളേരുണ്ട്. ഈ കണ്ടെയ്നർ കണ്ടോ ഇവിടെ മറിഞ്ഞാ അത്. പക്ഷെ അത് മൊത്തം ചളങ്ങിപ്പോയതാ. ലോഡിട്ട് തന്നെ റോപ്പിട്ട് വലിച്ചതാ. അവിടെ എല്ലാം ചളങ്ങിയേക്കുന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ മഗോഡ് ഫോൾസ് 14 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെയുണ്ട് വിഭൂതി ഫോൾസ്, കുറെ വെള്ളച്ചാട്ടം. അതാ ഞാൻ പറഞ്ഞേ, ഇതിലെ പോയ കുറെ വെള്ളച്ചാട്ടങ്ങളുണ്ട്. മഴക്കാലത്ത് പോകണം, കുറച്ചുകൂടെ മഴ പെയ്യണം. അപ്പൊ ഇവിടുന്നാണ് നമ്മുടെ അർബേൽ ഘാട്ട് തുടങ്ങുന്നത്. അപ്പൊ അർബേൽ ഘാട്ട് ഇറങ്ങാൻ പോവാ നമ്മള്. അതായത് എല്ലാപ്പൂരും ഇറക്കം ഉണ്ടോ. താഴേന്ന് കയറി വരുന്നവരെല്ലാം നല്ല പതുക്കെ ഫസ്റ്റിലും സെക്കൻഡിലും ഒക്കെ ആയിട്ടാണ് കയറി വരുന്നത്. കാലിവണ്ടിയല്ല കേട്ടോ, ലോഡുള്ള വണ്ടികൾ. അതെ, NH 63. ഇവിടെ ചെറുതായിട്ട് ഗോഡ ഇറങ്ങുന്നുണ്ട്. ഇവിടുന്ന് നമ്മളിനി ഈ മല ഇറങ്ങി താഴോട്ട് ചെല്ലുമ്പോ ഉണ്ടല്ലോ, ഇവിടെ ചൂടായിരിക്കും. ഇവിടത്തെക്കാട്ട് ചൂടായിരിക്കും. ഈ ഘാട്ടേ അത്ര ഡേഞ്ചറസ് ഘാട്ടാണോ? അത്ര ആണോന്ന് ചോദിച്ചാൽ അത്ര വലിയ ഡേഞ്ചറസ് ഘാട്ടൊന്നും അല്ല. പക്ഷേ പരിചയമില്ലാത്ത ഡ്രൈവർമാർ വരുമ്പോൾ ഉണ്ടല്ലോ, ഈ മോളിൽ നിന്ന് ചെറുകയറിൽ ഇറങ്ങി വന്നിട്ട് മിക്കവാറും ഒരുപാട് അപകടങ്ങൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. അതാണ് ശ്രദ്ധ എന്ന് പറഞ്ഞാൽ വഴി അറിയത്തില്ലാത്തതുകൊണ്ട് ചെറിയ കയറിൽ ഇറങ്ങി വന്നിട്ട് ചവിട്ടിട്ട് ഇതുണ്ടോ. അതെ, ഉണ്ടോ ഒരു വണ്ടി. ഇത് എന്ന് വന്നാലും ഇവിടെ ഏതെങ്കിലും ഒരു അപകടം നടക്കാതിരിക്കല്ലേ, എപ്പോഴും ഉണ്ട്. ഇത് പക്ഷേ ഇത് അങ്ങനല്ല. ഇത് അവിടെ എങ്ങാണ്ട് ഒതുക്കിയതാ കേട്ടോ, ഒതുക്കിയതാന്ന് പോയാ. കേരള വണ്ടിയാണല്ലോ. ഇവിടെ നമ്മുടെ മൂവാറ്റുപുഴയുള്ള വണ്ടിയാ. പേരിനായിട്ട് എൻ്റെ ഒരു ജബ്ബാർ. നമ്മുടെ എവിടെയോ കണ്ടിട്ടുണ്ട് എപ്പോഴോ. ഇതെന്നെ പറ്റിയോ? നിങ്ങൾ അവിടെ കൊണ്ട് നിർത്തിയോ? ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ വണ്ടി കയറാൻ നോക്കി കഴിഞ്ഞപ്പോൾ ബാക്ക് ടയർ അവിടെ കിടന്ന് സ്ലിപ്പായി കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു കർണാടക വണ്ടി വന്നു കയറി. വണ്ടിയാ അവര് ഹെൽപ്പ് ചെയ്താ നമുക്ക്. അവര് വലിച്ചോ? അവര് കെട്ടി വലിച്ചു. ഫ്രണ്ട് അങ്ങോട്ട് പോയി മാറിപ്പോയി. ഇപ്പൊ ഒന്നും വലിക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാനും പറ്റില്ല. ഇപ്പൊ മറിയുന്ന കണ്ടീഷനിലാണ് വണ്ടി നിൽക്കുന്നത്. അതല്ല, ആ സൈഡ് കണ്ടമാനം അവിടെ ഇരുന്നു പോയി. ആ കുഴിയിലേക്ക് നമ്മള് അതിൻ്റെ അകത്തേക്ക് താഴ്ന്നു പോയി. ഇവര് 2 ഗ്രൈൻഡ് പഠിച്ചാൽ ഇങ്ങനെ ബോഡി വല്ല ഡാമേജ് ആവുമെന്നാ എനിക്കൊരു. അവര് സേഫ്റ്റി ആക്കി 100% സേഫ്റ്റി ആക്കി തരാന്ന് പറഞ്ഞു. പോലീസുകാരും വന്ന് ഗ്യാരണ്ടി പറഞ്ഞു, നിങ്ങളുടെ വണ്ടിക്ക് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. പൈസ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പൊ അതുകൊണ്ട് അവരെല്ലാം സേഫ്റ്റി ആക്കി തരാന്ന് പറഞ്ഞു. അതെല്ലാം കൊടുക്കണ്ടൊക്കെ എല്ലാവർക്കും കൊടുക്കണം. KCB വന്നു, അവരും വന്ന് പൈസ വേണമെന്ന് പറഞ്ഞു. ആ ലൈറ്റ് ഇത് കറണ്ട് ഓഫ് ചെയ്യാം. ആ അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാ. പിന്നെ രാത്രി കിടക്കരുത്, പകല് തന്നെ ഇത് കയറ്റണം. രാത്രി ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറോ എന്നാന്നറിയോ, ഇവിടെ ഇങ്ങനെ വണ്ടി ഇറങ്ങി വരുമല്ലോ, കള്ളന്മാരുണ്ട്, ശല്യമുണ്ട്. അപ്പൊ എത്ര അവര് പറയണ പകല് എത്രയും ഇതാണെങ്കിൽ കയറ്റി തരാന്ന് പറഞ്ഞു. പിന്നെ പോലീസുകാരോട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് റോഡ്. ചെറിയൊരു ശ്രദ്ധക്കുറവ് വന്നേക്കുന്നു നോക്കി, എന്നാ കഷ്ടപ്പാടാണ്. വണ്ടി കണ്ടമാനം സൈഡിലേക്ക് ചെരിഞ്ഞ് വയ്ക്കുന്നത്. സൈഡ് ഈ 3 സൈഡും 3 ടയറും ആ കുഴിക്കകത്താന്ന് പോയി. നല്ല കുഴിയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി നോർക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതേ റോപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. ക്രെയിൻ കണ്ടോ? പണ്ടത്തെ ക്രെയിനാ, പഴയ ക്രെയിനാ. കാണാൻ നല്ല രസമുണ്ട് ആ ക്രെയിൻ കാണാൻ. ഇതുണ്ടോ ഈ ക്രെയിൻ കണ്ടോ? ഇത് അതല്ല, ഇതുണ്ടോ പഴയ ക്രെയിനാ ഇത്. ഇത് കുറച്ച് നമ്മൾ അങ്ങോട്ട് പോയപ്പോഴും ഇതുപോലത്തെ ക്രെയിൻ കണ്ടായിരുന്നു വഴിയിൽ. ഞാൻ അപ്പം അതൊന്ന് കാണണമെന്ന് ഓർത്താ. നമ്മളെ വണ്ടിക്കകത്തിരുന്ന് എന്താ സംസാരിച്ചോണ്ട് വന്നേ? ടാറിങ്ങൊന്നും ഇവിടെ ഇറക്കാൻ പാടില്ല, ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ താഴെന്ന് പറഞ്ഞോണ്ട് വന്ന് പിന്നെ ബാക്കി വണ്ടിയുടെ അപകടം അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. കറക്റ്റ് വരുമ്പോഴേ ഈ വണ്ടി ഇവിടെ താന്ന് നിൽക്കുന്നത് കാണുന്നത്. വണ്ടി വൈറലാവും. ഇതിപ്പോ വരുന്നവരും പോകുന്നവരും എല്ലാം വീഡിയോ എടുത്തോണ്ടാ പോകുന്നത്. കയറ്റം കയറി വരുന്നവരും എടുക്കുന്നുണ്ട്, ഇറങ്ങി പോകുന്നവരും എടുക്കുന്നു. ചേസല്ലേ? ചേസാ, മിനി ബസ്സിന്റെ ചേസാ, ചെറിയ ബസ്. 2 എണ്ണം ഒരു ട്രെയിലർ. ഹലോ, നേരത്തെ വെറുതെ ഈ നാട്ടിലേക്കാ? തിരുവനന്തപുരം. ആ എവിടെ നിങ്ങളുടെ? ഇരിങ്ങാലക്കുട. ഓക്കെ. അവരെ ആ ലോഡ് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കമ്പ് അവിടെ വെച്ച് കെട്ടുക, എന്നിട്ട് റോപ്പിട്ട് പിടിക്കാനാണ്. അതൊക്കെ എത്രമാത്രം ഫലപ്രദമാവും എന്നുള്ള കാര്യത്തിലൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഈ സൈഡ് താന്നുകൊണ്ട് നമ്മൾ ലോഡ് ഇറക്കി കയറ്റുന്നതാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഈ ലോഡ് വെച്ച് പിടിക്കുമ്പോഴത്തേക്കും ബോഡി ഡാമേജ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോഡും ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് പിന്നെ ഇവർ അല്ലാതെ കയറ്റി തരാമെന്ന് പറഞ്ഞു. പിന്നെ മഴ ആയതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ലോഡ് ഇറക്കി വെക്കുമ്പോൾ അതെല്ലാം നനയും, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അല്ലാതെ തന്നെ അവർ കയറ്റി തരാമെന്ന് പറഞ്ഞാൽ 2 ക്രെയിനൊക്കെ വന്നേക്കുന്നത്. വണ്ടിക്കും കുഴപ്പമൊന്നും പറ്റിയല്ല എന്നൊക്കെ പറയുന്നു. നീ നോക്കണം, പിടിച്ചു നോക്കിയാലേ അറിയത്തുള്ളൂ എങ്ങനെ ആവുമെന്ന്. കഴിച്ചോ? വല്ലതും ഫുഡ് കഴിച്ചോ? രാവിലെ 9 മണിക്ക് കഴിച്ചാൽ ഇതെപ്പോഴാണ് സംഭവിച്ചേ? രാവിലെ 9 മണിക്ക്. 9 മണിക്ക് സംഭവിച്ചാണോ? ഞാൻ സമയം 5 മണിയായി. ഒന്നും കഴിച്ചില്ല. കഞ്ഞിയുണ്ട്, കഞ്ഞി ചിക്കൻ കറി. താനൊക്കെ വെച്ചാ ഫുഡ് വെക്കാൻ നിർത്തിയാണല്ലോ അല്ലേ? ഉള്ള വിശപ്പൊക്കെ പോയി. ഇനിയിപ്പോൾ ഇത് വണ്ടി ഏറിയാൽ മാത്രമേ ഒരു സമാധാനമാവുള്ളൂ. അപ്പോൾ അതൊക്കെ റോപ്പെല്ലാം ഇട്ട് ടൈറ്റ് ചെയ്തു. ഒരു വണ്ടി വലിച്ചു പിടിക്കും, ഒരു വണ്ടി വലിച്ച് നേരെ പിടിക്കും, ഈ വണ്ടി കൊണ്ട് ഇങ്ങോട്ട് വലിക്കും. അങ്ങനെ കയറ്റാൻ വേണ്ടിയിട്ടാണ് ഇവർ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇതൊക്കെ ഉണ്ടോ? ഒത്തിരി പഴയ വണ്ടിയാണ് കേട്ടോ, ലൈലൻഡിൻ്റെ പഴയ വണ്ടിയാണ്. ക്രെയിൻ ഓപ്പറേറ്റർ നമ്മുടെ ഫാമിലി മെമ്പറാണ് കേട്ടോ. അതെ, നമ്മളെക്കാരത്തി പരിചയം മെയിൻ ഡ്രൈവറെയാണ്. അതിനിടയ്ക്ക് കണ്ടോ, അതെ അതിനിടയ്ക്ക് കൂടെ കാർ കയറി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങോട്ട് ടൈറ്റ് ചെയ്ത് വണ്ടി നോർക്കും, നേരെയാക്കും. അന്നേരം മറ്റേ വണ്ടി അങ്ങ് വലിക്കും. അതെ, ഓപ്പറേറ്റർ പുറകെ വന്നു. വണ്ടി അവിടെ കൊണ്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിർത്തിയിട്ട് ഓപ്പറേറ്റർ പുറകെ വന്നു. കണ്ടോ? അപ്പോൾ ഇത് റോപ്പ് ടൈറ്റാകാൻ തുടങ്ങി. കണ്ടോ? അതാ മുകളിൽ ഒരു മരത്തേലും കൂടെ കൊടുത്തേക്കാം റോപ്പ്. വേണ്ട, അവിടെ റോപ്പ് ടൈറ്റ് ആവുന്നത് കണ്ടോ? ടൈറ്റ് ആവുന്നതനുസരിച്ച് വണ്ടി ഇങ്ങോട്ട് നൂരും, ലോഡാവുന്നതനുസരിച്ച്. റോപ്പ് ടൈറ്റായി. റോപ്പ് ടൈറ്റ് ആകാൻ തുടങ്ങി. അതിപ്പം അനക്കുന്നുണ്ട്. ചെറുതായിട്ട് ടൈറ്റ് ആവുന്നുണ്ട്. അയ്യോ, ലോഡാ പിടിക്കുന്നത്. ലോഡല്ലേ? മൊത്തം റീലാ. അതെ, എല്ലാവരും റീലുകാരാ. നമ്മുടെ വണ്ടി എവിടെ ബ്ലോക്ക്? അതിനാന്നറിയാം. അതേ ലോഡാവുന്ന. അതിൽ എവിടെയെങ്കിലും അപ്പുറ സൈഡ് ഇവിടെ നോക്കണം എങ്ങനെ ഉണ്ടെന്ന്. ഇവിടെ ചെയിൻ ബ്ലോക്ക് ഇട്ടിട്ടുണ്ട്. ഈ ക്രെയിനേലും ചെയിൻ ബ്ലോക്ക് ഇട്ടിട്ടുണ്ട്. ഈ സൈഡിൽ നിന്ന് പൊക്കുന്നുമുണ്ട്. ഇത് ഇത്ര ലോഡല്ലേ, അതാണ്.
ആ അപ്പം വണ്ടി ആക്കിയാൽ നൂർന്ന് കേട്ടോ. നീങ്ങുന്നുണ്ട് വണ്ടി, അകത്തുനിന്ന് ഗിയറിൽ എടുക്കുന്നതും കൂടെ ഉണ്ട്. കുഴപ്പമില്ല നൂറുന്നുണ്ട്. ഓ കയറുന്നുണ്ട് നീങ്ങുന്നുണ്ട്. വലിയ പരിക്കില്ല. ആ സൈഡ് ചെറുതായിട്ട് ആ ആംഗ്ലർ മൊത്തം വളഞ്ഞു പൈപ്പ്. ഓ കയറിപ്പോയി രക്ഷപ്പെട്ടു. കയറി ഓക്കെ രക്ഷപ്പെട്ടു. ഭാഗ്യം. അപ്പോൾ ഞങ്ങൾ പതുക്കെ പോക്കോളാം. രക്ഷപ്പെട്ടു. വലിയ കുഴപ്പമില്ല. വലിയ ഡാമേജ് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും കുഴപ്പമില്ല. വലിയ പ്രശ്നമില്ലാതെ പറ്റി കയറിപ്പോരാൻ. അത് എനിക്കും അതായിരുന്നു ടെൻഷൻ. എന്താണെന്ന് വെച്ചാൽ ബോഡിക്ക് എന്തെങ്കിലും പ്രശ്നമാണ് വരുവാന്ന്. അത്ര വിഷയമില്ല. ഈ സൈഡാ, ഈ റോപ്പാ കൂടുതൽ ലോഡ് എടുത്തത്. വലിയ കുഴപ്പമില്ല. അതെ കുഴപ്പമില്ല. ഇനി ഇതുപോലത്തെ ചെളിക്കൊന്നും കൊണ്ട് ഒതുക്കല്ലേ. മഴക്കാലം പിടിച്ച് ടാറിങ്ങി ഇറങ്ങിയേക്കല്ലേ. ഇനിയിപ്പോൾ ഇതിലെല്ലാം കാറുകാർ കയറി വരിക. വഴി ബ്ലോക്കല്ലായിരുന്നോ കുറേ നേരം? നമ്മളധികം സൈഡ് ചേർക്കുന്നില്ല. അത് ഇത്രയെങ്കിലും ചേർക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട്. നമ്മുടെ ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. എന്തേലും പറ്റിയെന്ന് വഴിക്ക് 2-3 പേര് ബോംബെ വന്നവരെ കണ്ടു. അല്ലാതെ തന്നെ അങ്ങോട്ട് തെലങ്കാന വണ്ടി കയറി പോന്ന കണ്ടില്ലേ? അതെല്ലാം അവരിൽ നിന്ന് എല്ലാവരും വിളിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും വണ്ടി ഉള്ളു കേട്ടോ. ക്രെയിനൊക്കെ വായി വരുന്ന പൈസയാ. അപ്പൊ ഇവര് പറഞ്ഞ എന്നാന്ന് വെച്ചാൽ മൊത്തം 50,000 രൂപയാണ്. അത് ഇത്തവണ ഓടുന്നതല്ല, പിന്നെ കയ്യിൽ നിന്നൂടെ പൈസ പോകും. അപ്പം ആ പടുതായിക്കൊന്നും വലിയ ഡാമേജ് ഒന്നും പറ്റിയില്ലെന്ന് തോന്നുന്നു. ലോഡിനും വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. തടി വെച്ചിട്ടുണ്ടായിരുന്നു. അതെ. 50 രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവർ പറയുന്ന കണക്ക് എങ്ങനെയാന്ന് വെച്ചാൽ കറണ്ട് ലൈന് ഓഫ് ചെയ്യാൻ വേണ്ടി, ഇലക്ട്രിക് ലൈൻ ഓഫ് ചെയ്യാൻ വേണ്ടി 7,500 രൂപ ഇലക്ട്രിസിറ്റി ബോർഡില്, പിന്നെ 10 രൂപ പോലീസിന്. ബാക്കി ക്രെയിൻ എന്നും പറഞ്ഞാണ് ഈ ക്രെയിൻകാരാണ് മൊത്തം ഏറ്റെടുത്തേക്കുന്നത്. മൊത്തം 50 രൂപയ്ക്ക് കൊടുത്താൽ അവർ വണ്ടി കയറ്റി തരുമെന്നാണ് പറഞ്ഞു. ഇപ്പം അർബേൽ ഘാട്ട് ഇവിടം കൊണ്ട് തീരുകയാണ്. അർബേൽ ഘാട്ട് ഇറങ്ങി നമ്മൾ താഴെ എത്തി. കണ്ടോ, ഇതാണ് അർബേലു എന്ന് പറയുന്ന സ്ഥലം. ഇതാ അരബൈലു. അതാണ് ഇപ്പൊ കണ്ടാണ് അരബൈലു എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെയാണ്, ആ പേരിലാണ് ഈ ഘാട്ട് അറിയപ്പെടുന്നത്. അർബേൽ ഘാട്ട്. നമ്മുടെ ഒരു വണ്ടി ഇന്നാളെ ഇതുപോലെ ചെറിയൊരു പരിപാടിയേ ഉള്ളൂ, ഒരു വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും ഈ ലീഫിൻ്റെ ഒരു പിന്ന് തള്ളിയിരുന്നിട്ട് അത് വെൽഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഊരിയൊന്നും പോകത്തില്ല. അപ്പോൾ ഡ്രൈവറോട് പറഞ്ഞാൽ അത് വേണ്ട, പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ഡ്രൈവർക്ക് പേടി, ഇതൊന്ന് വെൽഡ് ചെയ്ത് സ്പോട്ട് അടിച്ച് വെച്ച് പോയേക്കാമെന്നും പറഞ്ഞുകൊണ്ട് വണ്ടി ഉണ്ടായ ഗോവ റോഡിൽ ഒരു വെൽഡ് ചെയ്യുന്ന ഷോപ്പ് ഒരു ശകലം അങ്ങ് ഇറങ്ങിപ്പോണം, അങ്ങോട്ട് വണ്ടി ഇറക്കിയതാണ് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. വെൽഡ് ചെയ്ത് കഴിഞ്ഞ് വണ്ടി ചെളിക്കകത്ത് വന്നു പോയി. 4 ദിവസം അവിടെ കിടന്നു. 4 ദിവസം ക്രെയിം ഒന്ന് വലിച്ചിട്ട് കയറിയില്ല, അതുപോലെ ഇതായിപ്പോയി. എന്നിട്ട് പിന്നെ 4 ദിവസം അവിടെ കിടന്നു. എന്നിട്ട് ആ ലോഡ് പകുതി ഇറക്കി പിന്നെ വലിച്ചു കയറ്റി പിന്നെ തിരിച്ച് അത് കയറ്റി, അങ്ങനെയൊക്കെയാണ് പോയത്. അതൊക്കെ ചെറിയ ഒരു അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന ഇതുപോലെ ഓരോ കാര്യങ്ങളാണ്. ശരിക്കും അവരവിടെ ഫുഡ് കഴിക്കാൻ അവിടെ നിർത്താൻ ഒരിക്കലും പാടില്ല. അവിടെ ഒരു വണ്ടി നിർത്തുകയില്ല. കാട്ടിനടയ്ക്കൊന്നും ആരും അവിടെ കൊണ്ട് വണ്ടി നിർത്താറില്ല. അവിടെ കൊണ്ട് ഈ മഴയ്ക്കകത്തുകൊണ്ട് വണ്ടി ഇറക്കി അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയ അവിടെ. അതാ ഇപ്പോൾ അങ്ങനെ പറ്റിയത്. ശരിക്കും അത് എന്നാ സംഭവിച്ചതെന്ന് മനസ്സിലാകുകയില്ല. ഞാൻ അവരോട് ചോദിച്ചപ്പോഴേ എനിക്ക് ഞാൻ ഓർത്ത് ഇവിടുന്ന് കയറി വരുന്ന വണ്ടി അങ്ങനെ ആ സൈഡിൽ അങ്ങനെ വരുന്നത്. അപ്പോൾ അവരവിടെ ഫുഡ് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒതുക്കി നിർത്തി ഫുഡ് വെച്ചിട്ട് അവിടെ നിന്ന് എടുത്തപ്പോഴാണ് അവിടെ താന്നു പോയത്. കാണുമ്പോ ചിലപ്പോ താഴത്തില്ലാത്ത പോലെ തോന്നുമായിരിക്കും, പക്ഷെ വണ്ടി അങ്ങ് ചെന്ന് കഴിയുമ്പോ അതെന്നാന്ന് വെച്ചാൽ അതിൽ ഇത്രയും ലോഡല്ലേ, വെയിറ്റ് അല്ലേ. നമ്മുടെ ഈ വണ്ടി ഇപ്പം ഞാൻ അവിടെ ഒക്കെ ഇറക്കിയാന്ന് വെച്ചാൽ ഇതിനകത്ത് വെയിറ്റ് കുറവാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ കാലുവണ്ടി പോകുന്ന പോലെ പോകുന്നത്. അപ്പോൾ ആ വെയിറ്റ് ഉള്ള വണ്ടി ഒരു കാരണവശാലും നമ്മളങ്ങനെ റോഡിൽ നിന്ന് മഴക്കാലത്ത് പ്രത്യേകിച്ച് ഈ വഴിയിൽ ഒരിടത്തും ഇറക്കാൻ പാടില്ല. എല്ലാപ്പൂര് ആണെന്ന് പറഞ്ഞ ഈ എല്ലാപ്പൂര് എന്ന് പറയുന്നത് ഇവിടെ വണ്ടിക്കാർ പറയുന്നത്, പക്ഷേ എല്ലാപ്പൂര് അല്ല ഈ സ്ഥലം. അപ്പോൾ ഇവിടാണ് എല്ലാവരും കുളിക്കാനും നനയ്ക്കാനും ഒക്കെ നിർത്തുന്ന സ്ഥലമാണിത്. ഈ പാലത്തിനടിയിൽ ഒരു തോടുണ്ട്. ഞങ്ങളൊക്കെ ഒരുപാട് നാള് ഇവിടെ വന്ന് എന്നും അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഇവിടെ വന്ന് കുളിച്ചിട്ടായിരുന്നു പോകുന്നത്. കണ്ടോ, ഈ പാലത്തിനടിയിൽ ഒരു തോടുണ്ട്. അപ്പം കലക്കവെള്ളമായിരിക്കും. അതെ, വെള്ളം കലങ്ങി ഒഴുകുന്നു. അവിടെ എന്താ ഇനി? അവിടെ ഒരു മരം ഒടിഞ്ഞു വീണാന്ന് തോന്നുന്നു. അതെ, വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുക. അത് ഇലക്ട്രിക് ലൈനല്ലേ വീണ? ഇതുണ്ടോ? അല്ല, അത് ലൈൻ അവിടെ ഓഫ് ചെയ്തൊക്കെ ആയിരുന്നു. പോസ്റ്റൊക്കെ ഒടിഞ്ഞു, ഇലക്ട്രിക് പോസ്റ്റൊക്കെ ഒടിഞ്ഞു. ഇവിടെ എന്നാ പറ്റി? ഒരു വണ്ടി അതിൻ്റെ ടയർ പഞ്ചറായാണ്. ജാക്കി വെച്ച് ആ പുള്ളി ഒറ്റയ്ക്ക് ഉള്ളെന്ന് തോന്നുന്നു. ഉണ്ടല്ലേ? ഇപ്പം നമ്മൾ അവിടെ നിന്നപ്പോൾ പോകുന്ന വണ്ടിയാണല്ലോ. അതെ, ടയർ പഞ്ചറായത്.
അവര് 2-3 പേരുണ്ട്. അവരെ അതിന്റെ ഫ്രണ്ടിലെ ടയറാന്ന് തോന്നുന്നു പഞ്ചറായത്. അതാ, അതെ അതെ അതെ. അത് പൊട്ടിപ്പോയി. ആ ബാഗിൽ നിന്ന് നല്ല ടയർ എടുത്ത് ഫ്രണ്ടിലിടാൻ വേണ്ടിയിട്ടാണ് 2 സൈഡ് കഴിച്ചോണ്ടിരിക്കുക. ഇവിടെ മൊത്തം മരം ഒടിഞ്ഞ് കിടക്കുക കേട്ടോ. ഇവിടെ ഭയങ്കര കാറ്റും മഴയായിരുന്നു തോന്നുന്നു. KSEBക്കാർക്ക് നല്ല പണിയാ. പൊക്കോളാൻ പറഞ്ഞു. അല്ല അവിടെ ആള് നിൽക്കല്ലേ, മൊത്തം ലൈനും മരം വീണ് പൊട്ടിക്കിടക്കുക. ഈ സൈഡിലും അതെ. ബോസൊക്കെ വട്ടം ഒടിഞ്ഞിരിക്കുന്നു. നല്ല രാമൻകുളി ഇവിടുന്ന് ലെഫ്റ്റാ വിഭൂതി ഫോൾസ്. 10 കിലോമീറ്ററേ ഉള്ളൂ. യാന കേവ്സ് അതെ. യാന പിന്നെ നമ്മുടെ കുണ്ടൻ വേണമെങ്കിലും കയറിപ്പോ. ഇത് ടാങ്കർ കണ്ടോ, ഇവിടെ മറിഞ്ഞിട്ട് കത്തിയതാ, തീ പിടിച്ച. ആ ടാങ്കറല്ലേ കെമിക്കൽ വല്ലതുമായിരിക്കും ലോഡ്. അപ്പൊ അങ്ങനെ ആയിരിക്കും മറിഞ്ഞപ്പോ അത് തീ പിടിച്ചേ. ഇപ്പോൾ നമ്മൾ അങ്കോള എത്തി. ഇത് NH66 മോളിൽ കൂടെ പോകുന്നേ. ആ പാലം കണ്ടോ, NH66. വലത്തോട്ട് പോയാൽ ഗോവ, ഇടത്തേക്ക് പോയാൽ മംഗലാപുരം. വലത്തേക്ക് പോയാൽ ഗോവ വഴി ബോംബെ പനവേൽ വരെ ഉണ്ട് NH66. അങ്ങനെ നമ്മൾ വന്നിതേ NH66 കയറാൻ പോകും. ഇനി അങ്ങോട്ട് നമ്മൾ NH66 തിരുവനന്തപുരം വരെ. ഇത് ഹൊണ്ണാവർ. ഇവിടെ തൊട്ടപ്പുറേ കടലാ. അപ്പം ശരാവതി നദി ഇവിടെ വന്ന് കടലിൽ ചേരുന്ന അറബിക്കടലില്. അപ്പൊ അവിടെ ഹാർബറുണ്ട്, നല്ല മീൻ കിട്ടും. ഞങ്ങൾ ഇവിടെ നിന്ന് 2-3 പ്രാവശ്യം പല പ്രാവശ്യം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഷിഫ്റ്റ് ചേഞ്ചായി, അടുത്ത ആൾ നൈറ്റ് ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് മംഗലാപുരത്ത് ചെല്ലുമ്പോൾ മുൾക്കിയിൽ ഷോറൂമിലൊന്ന് കയറിയിട്ട് പോവാം. ഇതിൻ്റെ ആ സൈഡിലത്തെ ഗ്ലാസ് താഴുന്നില്ല, ആ സ്വിച്ചിൻ്റെ അത് നോക്കണം. പിന്നെ ഈ ഗിയറിൻ്റെ അത് ഒന്നുകൂടെ സെറ്റ് ചെയ്യാനുണ്ട്. ചെറിയൊരു ഉടക്കുണ്ട്. ചെറിയ പരിപാടികളേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കി റെഡിയാക്കിയിട്ട് പോവാം. അപ്പം നേരെ അപ്പുറം ഇങ്ങനെ യൂട്ടേൺ എടുത്ത് കറങ്ങി വന്ന് വേണം ഷോപ്പിൽ കയറാൻ. ഷോപ്പിൽ കയറ്റി അവിടെ ഇടുക, കിടന്നുറങ്ങാം. രാവിലെ അവർ വരുമ്പം സെറ്റാക്കി പോവാം കേട്ടോ. ഡ്രൈവർ എന്നാൽ പതുക്കെ മഴയൊക്കെ ആസ്വദിച്ചിരുന്ന് ഓടിച്ചോ. ഞാനും പതുക്കെ ചായ. ഇപ്പം സമയം 3:30. നമ്മളിവിടെ ഭാരത് ബെൻസിൻ്റെ വർക്ക്ഷോപ്പിലെത്തി. പിന്നെ ഇപ്പോൾ ഇവിടെ കിടന്നുറങ്ങാൻ പോകാം. എന്നിട്ട് നാളെ രാവിലെ നമുക്ക് ചെറിയ പണിയൊക്കെ ഉണ്ട്. അപ്പം അച്ഛൻ പൊന്നും ഒക്കെ നല്ല ഉറക്കമാണ്. അപ്പം നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.